ഹൊറർ, ഫാന്റസി, സയൻസ് ഫിക്ഷൻ അങ്ങനത്തെ നമ്മള് വളരെ കുറഞ്ഞ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ജോൺറേഴ്സ് മലയാള സിനിമയിലുണ്ട്. അതിലെന്നെ ആ അണ്ടർ യൂസ്ഡ് ജോൺറേ എന്ന കാറ്റഗറിയിൽ തന്നെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ജോൺറയാണ് സ്പോർട്സ് എന്നുള്ള ഒരു ജോൺറ. സ്പോർട്സ് ഡ്രാമ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ഷൻ, സ്പോർട്സ് റിലേറ്റ് ചെയ്ത് സബ് ജോൺറേ ഞാൻ പറയുന്നില്ല. സ്പോർട്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് വളരെ ചുരുക്കം സിനിമകളേ ഉള്ളൂ. കൈൻഡ് ഓഫ്, അതായത് ഇപ്പൊ ജേഴ്സി ആണെങ്കിലോ തെലുഗുല് ദങ്കലാണെങ്കിലോ അല്ലെങ്കിൽ ചക് ദേ ഇന്ത്യ, അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. ഒരുപാടില്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ തന്നെ മലയാള സിനിമയിൽ വളരെ അതിനേക്കാളും കുറവായിരിക്കുമല്ലോ. അതായത് വിരലിലെണ്ണാവുന്ന അത്ര സ്പോർട്സ് മൂവീസ് നമുക്ക് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. ഗൂസ് ബംസ് പോസിബിലിറ്റീസ് ഉള്ള ഒരു ജോൺറയാണ് സ്പോർട്സ് എന്നുള്ളത്. അത് ഈവൻ നമുക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള സ്പീഡ് ട്രാക്കിലുള്ള ക്ലൈമാക്സ് സീനാണെങ്കിലോ, അല്ലെങ്കിൽ 1983 അവൻ സ്ട്രൈറ്റ് ഡ്രൈവ് അടിക്കുമ്പം അവര് വണ്ടറായി പോകുന്ന ആ ഒരു സീക്വൻസ് ആണെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ ഏത് സീക്വൻസ് ആണെങ്കിലും സ്പോർട്സ് എന്ന ജോൺറേ സിനിമയായിട്ട് വരുമ്പോൾ അതിൽ ഒരുപാട് ഗൂസ് ബംസ് ജനറേറ്റിംഗ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ഇമോഷണൽ കണക്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാട് എൻഗേജിങ് ആവാനുള്ള, എന്റർടൈനിങ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉള്ള ഒരു ജോൺറയാണ് സ്പോർട്സ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ ഒരു നല്ല സ്പോർട്സ് മൂവി വന്നിട്ടും അതിനത്ര കിട്ടേണ്ട ഒരു പ്രേക്ഷക ശ്രദ്ധ കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഫൈനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള രജീഷ വിജയൻ സുരാജും അഭിനയിച്ചിട്ടുള്ള ആ സിനിമ. ഒരു നല്ല സിനിമയായിരുന്നു, ഇമോഷണലി നല്ല സിനിമയായിരുന്നു. സ്പോർട്സ് എന്നൊരു ജോൺറേ കൺസിഡർ ചെയ്യുമ്പോഴും നല്ല സിനിമയായിരുന്നു. എനിക്ക് വർക്കായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത് കണ്ട ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ വർക്ക് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അത് കണ്ട വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. തിയേറ്ററിക്കൽ സക്സസ് ആണോ എന്ന് എനിക്കറിയില്ല. എത്ര പേര് അത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എത്ര പേര് ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻഡ് ഓഫ് ദി ഡേ സ്പോർട്സ് ജോൺറയിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാണ് ഫൈനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ. അധികം ക്ലീശ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്പോർട്സ് മൂവിയാണ് ഫൈനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രജിഷയുടെ പടം. ഞാൻ ഒരുപാട് മുന്നേ കണ്ട സിനിമയാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ക്ലിയർ കട്ട് പിക്ചർ ഇല്ല. പക്ഷെ എനിക്കിപ്പോ എന്തോ ഓർമ്മ വരുന്നോ, എനിക്കിങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം വന്നതുകൊണ്ട് ഞാൻ പറയണതാണ്. അത് കാരണം എന്തോ ഓർമ്മ വരുന്നോ അത് മാത്രമേ എനിക്ക് പറയാനും പറ്റുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018-19 ആ ഒരു സമയത്തെങ്ങാണ്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. സ്പോർട്സ് ജോൺറയിൽ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലുള്ള സിനിമയാണ് ഫൈനൽസ് എന്ന സിനിമ. എസ്പെഷ്യലി ഇത് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള ഒരു ഫാക്ടർ എന്താ വെച്ചാൽ, ഇതൊരു സോ കോൾഡ് നോർമൽ സ്പോർട്സ് ഡ്രാമയല്ല. അപ്പം രജീഷ വിജയൻ അഭിനയിച്ച, സുരാജ് വെഞ്ഞാറമൂട് അഭിനയിച്ച, നിരഞ്ജ് മണിയമ്പിള്ള രാജു അഭിനയിച്ച ഫൈനൽസ് എന്നുള്ള ഈ സിനിമ ഉറപ്പായിട്ടും 1983 ഗോദ എന്നുള്ള ഈ സ്പോർട്സ് ജോൺറയിലുള്ള മലയാള സിനിമകളുടെ ഒപ്പോ അല്ലെങ്കിൽ അതിന് മേലെയോ പ്ലേസ്മെന്റ് ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഭയങ്കര അണ്ടർറേറ്റഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ മെൻഷൻ അടിച്ച് അത് ആളുകൾ കാണാനുള്ള ഒരു സ്പേസിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അപ്പം എല്ലാവരും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടുനോക്ക്.